നമസ്കാരം. ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കംപ്ലീറ്റ് സിസ്റ്റം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. സോ ആദ്യം നമുക്ക് എന്താണ് കംപ്ലീറ്റ് സിസ്റ്റം എന്ന് നോക്കാം. ഈ കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് വെക്റ്റേഴ്സ്, മീൻസ് യു ഹാവ് എ കളക്ഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഈ കളക്ഷൻ്റെ ലീനിയർ സ്പാൻ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, നമുക്ക് തന്നിരിക്കുന്ന കളക്ഷനിലെ എല്ലാ പോസിബിൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസും എടുക്കുക. ഇതിനെയാണ് നമ്മൾ ലീനിയർ സ്പാൻ ഓഫ് ദാറ്റ് കളക്ഷൻ എന്ന് പറയുന്നത്, ഓർ ലീനിയർ സ്പാൻ ഓഫ് ദാറ്റ് സിസ്റ്റം. ഈ ലീനിയർ സ്പാൻ ക്യാപിറ്റൽ എക്സിൽ ഡെൻസ് ആണെങ്കിൽ നമ്മൾ പറയും തന്നിരിക്കുന്ന സിസ്റ്റം കംപ്ലീറ്റ് സിസ്റ്റമാണ്. സോ നോക്കുക, എ സിസ്റ്റം ഓഫ് വെക്റ്റേഴ്സ് എക്സ് ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് in a normed space capital X is called a complete system if the linear span of the system is dense in X. Linear span എന്ന് പറയുമ്പോൾ set of all sigma I equal to 1 to n alpha I xi where alpha i's are scalars and n എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം. അതായത് നമ്മൾ എടുക്കുന്ന ലീനിയർ കോമ്പിനേഷൻ ചിലപ്പോൾ 10 വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ 100 വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവാം, ഓർ 1,00,000 വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വരെ ആകാം. നമ്മളെല്ലാ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസും എടുക്കുന്നുണ്ട്. സോ ഈ ലീനിയർ സ്പാൻ ഡെൻസ് ഇൻ എക്സ് ആണെങ്കിൽ വി സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡെഫിനിഷൻ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചില എക്സാമ്പിൾസ് കാണാം. സോ എക്സാമ്പിൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. First I am taking x as C01. So all continuous functions from 0, 1. അപ്പോൾ f എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വയസ്ട്രസ് അപ്രോക്സിമേഷൻ തിയറം പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് വയസ്ട്രസ് അപ്രോക്സിമേഷൻ തിയറം? വയസ്ട്രസ് അപ്രോക്സിമേഷൻ തിയറം പറയുന്നത് എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് വിത്ത് എ പോളിനോമിയൽ. സോ വയസ്ട്രസ് അപ്രോക്സിമേഷൻ തിയറം പ്രകാരം നമുക്ക് പറയാൻ പറ്റും, യു ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് പി എപ്സിലൺ. പി എപ്സിലൺ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. ഓക്കെ, ഈ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് പി എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1. സോ എഫ് എന്ന് പറയുന്ന നമ്മളെടുത്ത കണ്ടിന്യൂസ് ഫംഗ്ഷനോട് ആർബിട്രറി ക്ലോസ് ആയിട്ട് നമുക്കൊരു പോളിനോമിയൽ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഡെൻസ് ഇൻ C01 ആണ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഈസ് ഡെൻസ് ഇൻ C01. ഓക്കെ, അങ്ങനെ എല്ലാ പോളിനോമിയൽസും ൻ്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് C01 ഡെൻസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോളിനോമിയൽസിനെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ആരെയാണ് ആവശ്യം? സോ ഐ എം ടേക്കിംഗ് സെറ്റ് ഓഫ് ഓൾ t പവർ n. ഓക്കെ, വേർ n എന്ന് പറയുന്നത് 0, 1, 2, 3 1 ഉണ്ട്, 0, 1, 2, 3 എക്സെട്ര. സോ ഇതിൽ 1 ഉണ്ട്, ടി ഉണ്ട്, ടി സ്ക്വയർ, ടി ക്യൂബ് എക്സെട്ര, എല്ലാ പവർ ഓഫ് ടികളും ഉണ്ട്. ഈ കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോളിനോമിയൽസിനെ ജനറേറ്റ് ചെയ്യാലോ. ബിക്കോസ് ഏത് പോളിനോമിയൽ എടുത്താലും അതിനൊരു n ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഈ കളക്ഷനിലെ n+1 ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എനിക്ക് ആ പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലീനിയർ സ്പാൻ ഓഫ് ദിസ് കളക്ഷൻ, നമ്മളിപ്പോൾ എഴുതിയ ഈ കളക്ഷൻ ഈസ് ഡെൻസ് ഇൻ C01. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം. ആരാണ് കംപ്ലീറ്റ് സിസ്റ്റം? സെറ്റ് ഓഫ് ഓൾ t പവർ n where n varies from 0 to infinity. This is a complete system in C01. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടു. ഇനി
അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഈ എഴുതിയ ഇതേ സിസ്റ്റം നമ്മൾ ഈ സ്ക്വയർ ഒരു റെക്റ്റാങ്കിളിലാക്കി വെച്ചിരിക്കുന്ന, ബോക്സിലാക്കി വെച്ചിരിക്കുന്ന ആ സിസ്റ്റം, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഇൻ L2 ഓഫ് 01 ഓൾസോ. നമ്മൾ L201 എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ? L2 ഓഫ് 01 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം 01 ടു CK ഏതാണെന്ന് വെച്ചാൽ അത് സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ 01 absolute value of mod x of t square dt is finite. ഇതാണ് നമ്മുടെ L2 സ്പേസ് എന്ന് പറയുന്നത്. ഈ L2 സ്പേസിൽ നമുക്കൊരു നോം ഉണ്ട് അല്ലേ? ഏതാണ് ഇവിടുത്തെ നോം എന്ന് പറയുന്നത്? വി ഹാവ് എഫ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നോം 2 ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഇൻ്റഗ്രൽ 0 to 1 absolute value of modulus of f of t square dt the whole power 1/2 ആണ് നമ്മുടെ നോം 2 ഓഫ് എഫ് എന്ന് പറയുന്നത്. ഈ C01 എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഡെൻസ് ഇൻ L2 ഓഫ് C01. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഈസ് ഡെൻസ് ഇൻ C01 എന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ L201 ഡെൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത് L2 ഓഫ് 01 ഡെൻസ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി പവർ n എന്ന് പറയുന്ന ആ സിസ്റ്റം, സെറ്റ് ഓഫ് ഓൾ ടി പവർ n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഇൻ L2 ഓഫ് 01 ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാവുന്ന ഈ C01 ഡെൻസ് ഇൻ L2 ഓഫ് 01, C01 ഡെൻസ് ഇൻ L2 ഓഫ് 01 ആയതുകൊണ്ട് ഇഫ് ഐ ടേക്ക് ആൻ എഫ് ഇൻ L2 ഓഫ് 01 I can find a sequence Fn in C01 such that Fn converges to F. Okay, Fn converges to F in L2 of 01. അപ്പോൾ ഡെൻസ് ആകുമ്പോൾ നമുക്കുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. C01 L2 of 01 ഡെൻസ് ആയതുകൊണ്ട് L2 of 01 ഏത് എലമെൻ്റ് എടുത്താലും അതിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് C01 നിന്ന് എടുക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആരാണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ അബ്സല്യൂട്ട് വാല്യൂകളുടെ സുപ്രീമത്തിനേക്കാളും ചെറുതായിരിക്കുമല്ലോ. വേർ ടി എലമെൻ്റ് ഓഫ് 01. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് C01 നോമാണ്. സോ ദിസ് ഇസ് നോം ഓഫ് എഫ് ഇൻ C01, സുപ്രീമം നോം. C01 നമ്മൾ പറയുന്ന നോം എന്ന് പറയുന്നത് സുപ്രീമം നോമാണ്. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നതോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഞാനിപ്പോൾ ഇതിനെ നോം എഫ് സി എന്ന് എഴുതാം കേട്ടോ. C01 മുഴുവൻ എഴുതണില്ലേ ഞാൻ. C01 നോമിൻ്റെ സ്ക്വയറിനേക്കാൾ ചെറുതാണ് മോഡ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു എഫിന് ഒരു നോമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 01 absolute value of mod f of t square dt is less than or equal to integral 0 to 1 norm f c square dt. അപ്പോൾ ആലോചിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനെയാണ്. ഇനി ഇതാരാണ്? ദിസ് ഇസ് നോം എഫ് ടുവിൻ്റെ സ്ക്വയർ. ഒരു ഹോൾ പവർ 1/2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ നോം 2f ആയേനെ. സോ ദിസ് ഇസ് നോം 2 of f square and this is less than or equal to, ഈ ഇൻ്റഗ്രേഷന് നമുക്ക് എന്താ കിട്ടുക? നമ്മളൊരു കോൺസ്റ്റൻറ്റിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത് അല്ലേ.
സോ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. വെൻ ടിയുടെ ഇൻ്റഗ്രൽ ഡി ടി ഇൻ്റഗ്രൽ 0 to 1 ഡി ടി എന്ന് പറഞ്ഞാൽ ടി ബിറ്റ്വീൻ ലിമിറ്റ് 0 to 1 വിച്ച് ഇസ് സെയിം ആസ് 1. സോ വി ഹാവ് നോം ടു എഫ് സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സി സ്ക്വയർ, അതായത് C01 നോമിനേക്കാൾ ചെറുതാണ് L201 നോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഈ രണ്ട് സൈഡിലും നമ്മൾ എടുത്തിരിക്കുന്നത് നോമുകളാണ്. നോമുകൾ ആയതുകൊണ്ട് അത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിൻ്റെ L201 നോം എന്ന് പറയുന്നത് എപ്പോഴും എഫിൻ്റെ C01 നോമിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എൻ, പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ എഫിൻ്റെ സ്ഥാനത്ത് FN മൈനസ് എഫ് എടുക്കുകയാണ് കേട്ടോ. ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു FN മൈനസ് എഫ് ഇൻ C01 ആയിരിക്കും, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു FN ഈസ് എ കോഷി സീക്വൻസ് ദാറ്റ് കൺവെർജസ് ടു എഫ് ഇൻ C01 അല്ലേ. ഇവിടെ നമ്മളൊരു സീക്വൻസ് FN എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ഇൻ C01 ആണ് കേട്ടോ. ഇവിടെ FN എന്ന് പറയുന്നത് C01 സീക്വൻസ്, അത് എഫിലേക്ക് C01 കൺവെർജ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നമ്മുടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FN കൺവെർജസ് ടു എഫ് ഇൻ C01 ഉണ്ട്. സോ ദിസ് വിൽ കൺവേർജ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0യിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനും 0യിലേക്ക് തന്നെ പോകണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നോം ടു ഓഫ് FN മൈനസ് എഫ് എന്ന് പറയുന്നത് കൺവെർജസ് ടു 0 ആസ് n goes to infinity. ഓക്കെ, അതിൻ്റെ അർത്ഥം FN കൺവെർജസ് ടു എഫ് ഇൻ L2 നോം 2ലും ഈ കൺവെർജൻസ് ഉണ്ട്. സോ L2 ഓഫ് C01 FN കൺവെർജസ് ടു എഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കൺവെർജൻസ് ഒക്കെ സെയിം ആണ്. C01 എന്ന് പറയുന്നത് L201 സബ്സ്പേസ് ആണ്. ദെൻ അത് ഡെൻസ് ആണ്. പോളിനോമിയൽസിൻ്റെ കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എന്ന് പറയുന്നതും C01 ഡെൻസ് ആണ്. സോ നമുക്ക് ഈ സെറ്റ് ഓഫ് ഓൾ T പവർ n വെർ n ഈക്വൽ ടു 0 1 2 3 എക്സെട്ര എന്ന് പറയുന്നത് ദിസ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം. കാരണം അതിൻ്റെ ലീനിയർ സ്പാൻ this is a complete system in L2 of C01 also. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് T പവർ എന്നുകൾ സെറ്റ് ഓഫ് ഓൾ 1 T സ്ക്വയർ T ക്യൂബ് എക്സെട്ര എന്ന് പറയുന്നത് C01 L201 കംപ്ലീറ്റ് സിസ്റ്റംസ് ആണ്. ഇനി അടുത്തതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂറിയർ സീരീസ് ഒന്ന് ആലോചിക്കുക. നമ്മൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂറിയർ സീരീസ് അതിലേക്ക് തന്നെ കൺവെർജ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാലോ. ഫ്യൂറിയർ സീരീസ് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സം a0 ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഓർ സമ്മേഷൻ n എലമെൻറ്റ് ഓഫ് സെറ്റ്. then an cos nt plus bn sin nt ഇങ്ങനെയല്ലേ വരുന്നത്? n ഈക്വൽ ടു f of t is equal to
some constant plus summation n equal to 1 to infinity an cos nt plus bn sin nt. ഇതാണ് നമ്മൾ ഫ്യൂരിയർ സീരീസ് പറയാറ് അല്ലേ. ദെൻ ഈ എ നോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എ എൻ ഈസ് എ കോൺസ്റ്റൻറ്റ്, അതായത് എ എൻ ബി എൻ എ നോട്ട് ഇവരെല്ലാം സ്കെയിലേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു കാര്യം കൂടി നമുക്കറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫ്യൂരിയർ സീരീസ് എഫിലേക്ക് തന്നെ കൺവെർജ് ചെയ്യും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂരിയർ സീരീസ് എഫിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഫ്യൂരിയർ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കുമ്പോൾ അതും ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എഫിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദെൻ ഈ ഫോമിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിഗണോമെട്രിക് പോളിനോമിയൽസ്. ഈ കോസ് എൻ ടി സൈൻ എൻ ടി അവരുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ട്രിഗണോമെട്രിക് പോളിനോമിയൽസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ടേക്കിംഗ് ഓൾ 2π പീരിയോഡിക് ഫങ്ഷൻസ് ഓൺ -π. നമ്മൾ പീരിയോഡിക് ഫങ്ഷൻസിലാണ് നമ്മൾ ഫ്യൂരിയർ സീരീസ് പറയാറുള്ളത്. സോ സെറ്റ് ഓഫ് ഓൾ 2π പീരിയോഡിക് ഫങ്ഷൻസ് ഓൺ -π എടുക്കണം. ഓക്കെ, ഇവിടെ ഇഫ് ഐ ടേക്ക് 1 cos nt sin nt where n varies from 1 to infinity, this is a complete system. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏത് സ്പേസിലാണ് ഈ പറയുന്നത്? ഓൾ 2π പീരിയോഡിക് ഫങ്ഷൻസ് ഓൺ -π. സോ അവർ എന്തായാലും നമ്മൾ -π മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അനദർ വേർഷൻ ഓഫ് വൈസ്ട്രസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ട്രിഗണോമെട്രിക് പോളിനോമിയൽസ് ആർ ഡെൻസ് ഇൻ ദ സ്പേസ് ഓഫ് കണ്ടിന്യൂസ് 2π പീരിയോഡിക് ഫങ്ഷൻസ് ഓൺ -π ഇൻ ദ സുപ്രീമം നോം. ഓക്കെ, സുപ്രീമം നോമിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. സോ ദിസ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം. ഈ കോസ് എൻ ടി സൈൻ എൻ ടി എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ ഇ പവർ ഐ എൻ ടി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ഇ പവർ ഐ എൻ ടി? ഇറ്റ് ഈസ് കോസ് എൻ ടി പ്ലസ് ഐ സൈൻ എൻ ടി. അപ്പോൾ നമുക്ക് കോസ് എൻ ടി സൈൻ എൻ ടി ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആവുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് പറയാം set of all e power I n t where n varies over z എന്ന് പറയുന്നത് this is a complete system in L2 of -π. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നമ്മൾ എന്താണ് കംപ്ലീറ്റ് സിസ്റ്റം അതിൻ്റെ 2-3 എക്സാമ്പിളൊക്കെയാണ് ഇതുവരെ കണ്ടത്. ഇനി ഒരു ചെറിയ ലെമയും കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ലെമ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ലെമ സേസ് ദാറ്റ് നമ്മുടെ കയ്യിലൊരു കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ട്. Fi ഈസ് എ complete system in a Hilbert space. ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റം ചർച്ച ചെയ്തത് മുഴുവനും ഒരു നോംഡ് സ്പേസിനെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഈ ലെമയിൽ വന്നപ്പോഴത്തേക്കും ആ നോംഡ് സ്പേസ് ഞാനൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു. ദാറ്റ് ഷുഡ് ബി എ ഹിൽബർട്ട് സ്പേസ്. സോ ഇൻ എ ഹിൽബർട്ട് സ്പേസ് എച്ച് ആൻഡ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാ വെക്റ്റേഴ്സിനോടും ഓർത്തോഗണലായിട്ടുള്ള
ഒരു വെക്ടറാണ് എക്സ് എന്ന് വിചാരിക്കുക. സോ എക്സ് ഈസ് ഓർത്തോഗണൽ ടു എഫ് ഐ ഫോർ ഓൾ ഐ. ദെൻ lemma says that x is equal to 0. So if you have a complete system, then ആ കംപ്ലീറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാവരോടും ഓർത്തോഗണലായിട്ട് ഒരൊറ്റ വെക്ടറേ ഉണ്ടാവുള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ദ സീറോ വെക്ടർ. അല്ലാത്ത വെക്ടേഴ്സൊക്കെ ഏതെങ്കിലുമൊക്കെ കംപ്ലീറ്റ് സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു വെക്ടേഴ്സിനോടൊക്കെ ഓർത്തോഗണൽ അല്ലാതെ വരും, അതായത് ഇന്നർ പ്രൊഡക്റ്റ് നോൺ സീറോ ആയിട്ട് വരും. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ എല്ലാ എഫ് ഐകളോടും ഓർത്തോഗണലായിട്ട് വരുള്ളൂ. ഓർത്തോഗണൽ മീൻസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് എഫ് ഐ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ പ്രൂഫിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യം ഇതാണ്, എക്സ് ഇസ് ഓർത്തോഗണൽ ടു എഫ് ഐ ഫോർ ഓൾ ഐ. എന്ന് വെച്ചാൽ എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് എഫ് ഐ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഫ് ഐകളുടെ ഒരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷനായിട്ട് വൈ എടുക്കുകയാണ്. സോ വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് എഫ് ഐ. ഈ എഫ് ഐകളുടെ ലീനിയർ സ്പാനിലുള്ള ഒരാളാണ് വൈ. അതായത് ഈ വൈയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം ആൽഫ 1 f1 പ്ലസ് ആൽഫ 2 f2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ എഫ് എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഫോർ സം n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ആൽഫായിസ് ഒക്കെ സ്കെയിലാസ്. ഇവിടെ ആൽഫായിസ് എന്നൊക്കെ നമുക്ക് സിയിലെയാണെന്ന് പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഹിൽബർട്ട് സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ? ഇത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ളതിനെ എനിക്ക് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n ആൽഫ ഐ എഫ് ഐ എന്നെഴുതാൻ പറ്റും. കോൺജുഗേറ്റ് ലീനിയാരിറ്റി ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും, ദിസ് ഇസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ ബാർ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എഫ് ഐ. ഓക്കെ, വാട്ട് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് എഫ് ഐ? വി ആർ ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ. അപ്പോൾ പിന്നെ ഇതാരാണ്? ദിസ് വിൽ ബി 0. അപ്പോൾ എന്താ കിട്ടിയത്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് ഇസ് ഓർത്തോഗണൽ ടു വൈ. അപ്പോൾ നമുക്കിതാ കിട്ടിയത്, ഇഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു എഫ് ഐ ഫോർ ഓൾ ഐ, ദെൻ എക്സ് ഇസ് ഓർത്തോഗണൽ ടു സ്പാൻ ഓഫ് എഫ് ഐ. എല്ലാ എഫ് ഐകളോടും ഓർത്തോഗണലാണെങ്കിൽ അത് സ്പാൻ ചെയ്യുന്ന സ്പേസിനോട് തന്നെ ഓർത്തോഗണലാണ്. കാരണം സ്പാൻ ചെയ്യുന്ന സ്പേസിൽ ഒരു ആർബിട്രറി എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ നേരത്തെ വൈ എടുത്തത്. വൈയോട് ഓർത്തോഗണലാണെന്ന് കിട്ടി. സോ നമുക്ക് ജനറലൈസ് ചെയ്യാം, സ്പാൻ ഓഫ് എഫ് ഐയിലെ എല്ലാ വെക്ടേഴ്സിനോടും എക്സ് ഓർത്തോഗണലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പാൻ ഓഫ് എഫ് ഐയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൻസ് ഇൻ എച്ച്. കാരണം എഫ് ഐ കംപ്ലീറ്റ് സിസ്റ്റം ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് ഇസ് ഓർത്തോഗണൽ ടു എ ഡെൻസ് സബ്സെറ്റ് ഓഫ് എച്ച്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ഞാനൊരു എക്സ് നമുക്ക് എച്ചിലുള്ള എലമെൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. എക്സ് എച്ചിലുള്ള എലമെൻ്റ് ആണ്. സ്പാൻ ഓഫ് എഫ് ഐ എന്ന് പറയണത് ഡെൻസ് ഇൻ എച്ചും ആണ്. അപ്പോൾ നമുക്ക് എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് സ്പാൻ ഓഫ് എഫ് ഐയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ span of fi such that xn converges to x. ഓക്കെ, പക്ഷേ ഈ സ്പാൻ ഓഫ് എഫ് ഐയിലുള്ള ആൾക്കാരോട് മുഴുവനും എക്സ് ഓർത്തോഗണലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ ആൻഡ് എക്സ് വിൽ ബി 0 ഫോർ ഓൾ എൻ. ഓക്കെ,
ഇതിൽ ഞാൻ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് വേരിയബിൾസ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ എക്സ് എന്ന് പറയുന്നതും 0 തന്നെയാവും, കണ്ടിന്യൂറ്റി. ഓക്കെ, വീണ്ടും എന്താണ് ഈ ലിമിറ്റ് ഓഫ് എക്സ് എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നർ പ്രൊഡക്റ്റ് വീണ്ടും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റും ഇന്നർ പ്രൊഡക്റ്റും ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് limit of xn and x എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഈ ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് തന്നെയാണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0 എന്ന്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാ വെക്റ്റേഴ്സിനോടും ഓർത്തോഗണലായിട്ട് ഒരൊറ്റ വെക്ടറേ ഉള്ളൂ, ദാറ്റ് ഈസ് 0 വെക്റ്റർ. സോ ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോനോർമലൈസേഷൻ പ്രൊസീജിയറാണ്. സോ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വാട്ട് ഇസ് കംപ്ലീറ്റ് സിസ്റ്റം, എക്സാമ്പിൾ ഫോർ കംപ്ലീറ്റ് സിസ്റ്റംസ്, ആൻഡ് the only vector which is orthogonal to every vector of a complete system is 0. That's all.